Hi dear students, today we are going to learn new chapter, new prose, the famous writer William Shakespeare. Okay, the Merchant of Venice. We already heard many times from our many books in our storybooks and in lower classes. I think you may heard about this Merchant of Venice and Shakespeare. This is the story that tells the world that the divine quality of mercy is always better than justice. The play is about aftermath of rivalry between Shylock and Jew and Antonio, the young Christian merchant of Venice. Read on, find out how good finally triumph over evil. ഇവിടെ നോക്കൂ, ഇവിടെ ഡിവൈൻ എന്നുള്ള മേഴ്സി എന്നുള്ള ക്വാളിറ്റി എപ്പോഴും ബെറ്റർ ദാൻ ജസ്റ്റിസ്, നീതിയേക്കാളും വലുതെന്താണ്? കൈൻഡ്, ദയ കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മളെ ഷേക്സ്പിയർ പറയുന്നത്. ഇവിടെ ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഷൈലോക്ക്, അതുപോലെ ഷൈലോക്ക് എന്നുള്ള ആൻഡ് അന്റോണിയോ ആൻഡ് ഹിസ് ഫ്രണ്ട് ബസാനിയോ ആൻഡ് ഹിസ് ലവർ പോർഷ്യ. അപ്പൊ ഇവർ തമ്മിൽ നടക്കുന്ന മെർച്ചന്റ് ഓഫ് വെനീസിലെ ഒരു സ്റ്റോറിയാണ് നടക്കുന്നത്. ഇത് അവസാനം തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടാകുന്ന വിജയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വായിച്ചിട്ട് ആദ്യം വായിക്കാം. Then first let me read first, then we will explain this one. Listen. Antonio was a young and honest merchant in the town of Venice. He was the kindest man ever lived. He always came to the help of the people in trouble. He was greatly loved by all his fellow citizens. Antonio had a bosom friend Bassanio. He was a noble but Venetian. He was not very rich. He had lived a luxurious life and squandered all the little money he had. Whenever he wanted money, Antonio helped him. It seemed they had but one heart and one purse between them. ഇതിവിടെ തുടക്കത്തിൽ തന്നെ അന്റോണിയോ വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ് മെർച്ചന്റ്. യങ് ആണ്, ഹോണസ്റ്റ് ആയ സത്യസന്ധനായ ഒരു കച്ചവടക്കാരനാണ്. ഇൻ ദ ടൗൺ ഓഫ് വെനീസ്, വെനീസിലാണ് ഇവരുടെ ജീവിതം. ഹി വാസ് കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. അവിടെ ജീവിക്കുന്ന ഏറ്റവും കൈൻഡസ്റ്റ് മാനാണ് ഇയാള്, ദയുള്ള മനുഷ്യനാണ്. ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. ഇയാൾ എന്ത് ചെയ്യും? എപ്പോഴും പാവപ്പെട്ട ജനങ്ങളെ, ബുദ്ധിമുട്ടിലാവുന്ന ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. He was greatly loved by all his fellow citizens. ഇയാൾ എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ മുഴുവൻ നന്നായി സ്നേഹിച്ചിരുന്നു. Antonio had a bosom friend. Antonius had a bosom friend. ഈ അന്റോണിയോക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബസാനിയോ. ആരാണ്? ബസാനിയോ. He was a noble Venetian. വെനീഷ്യക്കാരനായ ആളായിരുന്നു, നോബിൾ ആയിരുന്നു. He was not very rich. ഇയാൾ വലിയ റിച്ച് എന്നല്ല. He had lived a luxurious life and squandered all the little money he had. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും ഇയാൾ ലക്ഷൂറിയസ് ആയ ജീവിതത്തിലൂടെ സ്ക്വാൻഡേഡ്, ഇയാൾ വേസ്റ്റ് ആക്കി കഴിഞ്ഞു. Whenever he wanted money, എപ്പോഴും ഇയാൾക്ക് പൈസക്ക് ആവശ്യം വന്നാലും അന്റോണിയോ ഹെൽപ്ഡ് ഹിം. അന്റോണിയോ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. It seemed they had but one heart and one purse between them. ഇവർ ഒറ്റ ഹൃദയമായിരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും നല്ല ഫ്രണ്ട് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സഹായിക്കുന്ന അത്രയ്ക്കും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു അവര്, അന്റോണിയോ ആൻഡ് ബസാനിയോ. Next paragraph നോക്കാം. Bassanio loved a girl named Portia, a very wealthy lady living in Belmont. Her father died some time ago, and she was the only heiress to a large estate. Portia too loved Bassanio, and now he thought of improving his fortune by marrying her. One day, Bassanio came to Antonio and told him about his love for Portia and that he must go very soon Belmont as a suitor to Portia. But he did not have any money even to dress himself suitably as a lover of so rich and heiress. So he asked Antonio to help him. Bassanio wanted his friend to lend him 3,000 ducats. Here, Bassanio loved a girl named Portia. Bassanio ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അതിന്റെ പേര്, അവളുടെ പേരെന്താണ്? പോർഷ്യ എന്നുള്ളതാണ്. എ വെരി വെൽത്തി ലേഡി, നല്ല സമ്പത്തുള്ള പെണ്ണായിരുന്നു. ലിവിങ് ബെൽമണ്ടിലാണ് ജീവിച്ചിരുന്നത്, വേറൊരു രാജ്യം, വേറൊരു നാട്. Her father died some time ago and she was the only heiress to a large estate. അവളുടെ ഫാദറുടെ അടുത്ത് മരിച്ചു, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ടുണ്ടായിരുന്നു. Then അവൾ മാത്രമായിരുന്നു ഇതിന്റെ ഒരു അനന്തരാവകാശി, ഹെറസിന് അനന്തരാവകാശി ടു എ ലാർജ് എസ്റ്റേറ്റ്, വലിയൊരു ഭൂസ്വത്തിന്
അനന്തരാവകാശി ഇവളായിരുന്നു. പോർഷ്യ ടു ലവ്ഡ് ബസാനിയ. പോർഷ്യ ബസാനിയയും സ്നേഹിച്ചിരുന്നു. Now he thought of improving his fortune by marrying her. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് ഈ സ്നേഹം തുടർന്നു കൊണ്ടുപോകാൻ by marrying her, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. One day Bassanio came to Antonio and told him about his love and Portia and that must go very soon Belmont as a suitor Portia. എന്ത് ചെയ്യും? യെസ്, എനിക്ക് ബസാനിയോ ആന്റോണിയോട് ഈ സ്നേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഇവിടെ അടുത്ത് തന്നെ എന്ത് ചെയ്യും? മസ്റ്റ് ഗോ വെരി സൂൺ ബെൽമണ്ട് ആസ് എ സ്യൂട്ടർ ടു പോർഷ്യ. പോർഷ്യയെ തെരഞ്ഞെടുക്കുന്ന ഒരാളായിട്ട് പെട്ടെന്ന് ബെൽമണ്ടിലേക്ക് പോകണം എന്ന് പറയുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് എനി മണി ഈവൻ ടു ഡ്രസ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് സ്വന്തം ഡ്രസ് ധരിക്കാനുള്ള പൈസ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആസ് ദ ലവർ ഓഫ് ഹിസ് റിച്ച് ഹെയറസ്, ഈ വലിയ വെൽത്തിയായ ലേഡിന്റെ ഒരു അനന്തരാവകാശി ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ ഡ്രസ്സ് പോലും ഇയാളെടുത്തില്ല. സോ ഹി ആസ്ക്ഡ് അന്റോണിയോ ടു ഹെൽപ്പ് ഹിം. അന്റോണിയോട് ഹെൽപ്പ് ചോദിച്ചു, സഹായം ചോദിച്ചു. ബസാനിയോ വാണ്ടഡ് ഹിസ് ഫ്രണ്ട് ടു ലെൻഡ് ഹിം 3000 ducats. എന്താണ്? ബസാനിയോക്ക് എന്ത് വേണം? ഫ്രണ്ടിനോട് 3000 ducats, അവരെ യൂറോപ്പിലുള്ള നാണയാണ് ഇത്. ലെൻഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചു തരാന്നുള്ള രൂപത്തിൽ കടം വാങ്ങാൻ വേണ്ടി ചോദിച്ചു. ബട്ട് ഇനെന്താ സംഭവിക്കുന്നത്? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വൈ ഡിഡ് ബസാനിയോ അപ്രോച്ച് ആന്റോണിയോ? എന്തിനാണ് ബസാനിയോ ആന്റോണിയോനെ സമീപിച്ചത്? സ്ക്വാണ്ടർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ലക്ഷറിയസ് എന്ന് പറഞ്ഞാൽ ആഡംബര ജീവിതം. But it is so happened that Antonio had spent all his money on his ships and so had no money with him. But he expected some of his ships to come home soon laden with merchandise. Hence he desired to borrow an amount from Shylock who was a money lender. അപ്പൊ എന്താണ്? ഇയാൾ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ബട്ട് സോ ഹാപ്പൻ that Antonio had spent all his money on his ships. ഇദ്ദേഹത്തിന്റെ എല്ലാ പൈസയും അദ്ദേഹത്തിന്റെ കപ്പലിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. So had no money with him. ഒരൊറ്റ പൈസ പോലും അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നില്ല. But he expected some of ships to come home soon laden with merchandise. കുറച്ച് യന്ത്ര കപ്പലുകൾ വരും അദ്ദേഹത്തിന് അറിയാം, കുറച്ച് കഴിഞ്ഞാൽ വരുന്നറിയാം. Hence he desired to borrow an amount from Shylock who was a money lender. ആ നാട്ടിലെ പ്രധാനപ്പെട്ട മണി ലെൻഡറായ ഷൈലോക്കിനോട് കടം വാങ്ങാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു. ഇനി നെക്സ്റ്റ്, Shylock had become very rich by lending money at a very high interest to merchants. He was a hard-hearted man and was very severe with his customers, so he was much disliked by all good men. Antonio also disliked Shylock for being so ambitious and greedy for the money. He used to lend money to the needy people without taking any interest. Therefore, there was a great enmity between greedy Shylock and Antonio. ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. Shylock had become very rich by lending money at very high interest to merchants. വ്യാപാരികൾക്ക് വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പൈസ കടം കൊടുക്കുന്ന ആളാണ് ഈ ഷൈലോക്ക്. ഇയാൾ വലിയ റിച്ച് ആകാൻ കാരണം ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ്. He was hard-hearted, വളരെ പരുക്കൻ ഹൃദയനായിരുന്നു. And was very severe with his കസ്റ്റമേഴ്സിനോടൊക്കെ പരുഷമായി പെരുമാറുന്ന ആളായിരുന്നു. So he was much disliked by all good men. എല്ലാ നല്ല മനുഷ്യർ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്തു. Antonio also disliked Shylock for being so ambitious and greedy for money. പൈസ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ അത്യാഗ്രഹിയായിരുന്നു. ഇതുകൊണ്ടൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടമില്ലായിരുന്നു. He used to lend money to the needy people without taking any interest. അത്യാവശ്യമുള്ള ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു. ആര്? Antonio. Therefore, there was a great enmity between greedy Shylock and Antonio. ഈ ഗ്രീഡി ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിയായ ഷൈലോക്കുമായിട്ട് അന്റോണിയോക്ക് ഗ്രേറ്റ് എനിമിറ്റി ഉണ്ടായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു. ഇയാൾ പലിശ ഇല്ലാതെ കൊടുക്കും, ഷൈലോക്ക് എന്ത് ചെയ്യും? പലിശക്കും കൊടുക്കും. അതിന്റെ ചെറിയൊരു ദേഷ്യം ഇവർ തമ്മിലുണ്ടായിരുന്നു. ഓക്കെ, എനിവേ, then next what happened? Antonio and Bassanio went to Shylock. Antonio asked the Jew to lend him 3000 ducats at any interest. He would pay it back as soon as his ships returned from the sea. Shylock thought deeply. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. അപ്പൊ അന്റോണിയോ കരുതുന്നത് അന്റോണിയോ ഹാഡ് ബസാനിയോ വെന്റ് ടു ഷൈലോക്ക്. ഷൈലോക്കിന്റെ അടുത്തേക്ക് പോയി. അന്റോണിയോ ആസ്ക്ഡ് ദ ജ്യൂ ലെൻഡ് ഹിം ദ ലെൻഡ് തരണം എന്ന് പറഞ്ഞു, എന്താണ്? കടം തരണം എന്ന് പറഞ്ഞു.
3,000 ducats at any interest. എത്ര പലിശക്ക് വേണമെങ്കിൽ എത്ര പലിശ at any interest ഏതെങ്കിലും ഒരു പലിശക്ക് തരണം എന്ന് പറഞ്ഞു. എത്ര പലിശ ആയാലും കുഴപ്പമില്ല, തരണം എന്ന് പറഞ്ഞു. He would pay it back as soon as his ships returned from sea. കപ്പലിൽ നിന്ന് കടലിൽ നിന്ന് കപ്പൽ മടങ്ങിയെത്താൽ ഉടൻ എന്ത് ചെയ്യും, അത് നമ്മൾ തിരിച്ചടക്കുമെന്ന് പറയും. ഷൈലോക്ക് thought deeply. ഷൈലോക്ക് നന്നായിട്ട് ചിന്തിച്ചു. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. ഒരുപാട് തവണ ഇയാൾ ഇൻസൾട്ട് ചെയ്ത അവരോട് നല്ലൊരു പകരം കിട്ടാൻ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു, യെസ്, ഇതൊരു റിവെഞ്ച് ആയി ഏറ്റെടുക്കാൻ പോകും. ടു ടേക്ക് റിവെഞ്ച് എന്ത് ചെയ്യുന്നു, ഒരു റിവെഞ്ച് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി ഇയാൾ തീരുമാനിച്ചു. ദെൻ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ഷൈലോക്ക് ആൻഡ് ഹൗ ഡിഡ് ഹി ബിക്കം റിച്ച്? ആരാണ് ഷൈലോക്ക്? ഹു വാസ് ആരായിരുന്നു ഷൈലോക്ക്? എങ്ങനെയാണ് റിച്ച് ആയി? വൈ ഡിഡ് ഷൈലോക്ക് ഹേറ്റ് ആന്റോണിയോ? എന്തുകൊണ്ടാണ് ഷൈലോക്ക് ആന്റോണിയോനെ ഇഷ്ടപ്പെടാതിരുന്നത്, വെറുത്തത് എന്തിനായിരുന്നു? വാട്ട് വാസ് ആന്റോണിയോ ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ഷൈലോക്ക്? ആന്റോണിയോന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഷൈലോക്കിനോടുള്ള ആന്റോണിയോയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇനി ഹെറസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി, ഡിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ നാണയങ്ങൾ, ലെഡൻ മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ യന്ത്രവൽകൃതമായ അദ്ദേഹത്തിന്റെ കപ്പലുകൾ, മെരി സ്പോട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആഹ്ലാദങ്ങൾ നിറയുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ്? യെസ്, ഐ വിൽ ലാൻഡ് യു ദ മണി ആൻഡ് ഐ വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ്. ഞാൻ നിനക്ക് പൈസ തരാം, പക്ഷെ ഒരു ഇൻട്രസ്റ്റിനും എടുക്കൂല. സെറ്റ് ദ ഗ്രീഡി മണി ലെൻഡർ. ഈ അത്യാഗ്രഹിയായ മനുഷ്യൻ പറയാണ്, ഞാൻ ഒരു ഇൻട്രസ്റ്റ് എടുക്കൂല, പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ ഉദ്ദേശം എന്താണ്? ആന്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് കൈൻഡ് ഓഫർ. ഈ കൈൻഡ് ഓഫറിൽ ഇയാളാകെ അത്ഭുതപ്പെട്ടു പോയി. ഷൈലോക്ക് സ്റ്റിൽ പ്രിറ്റൻഡ് ടു ബി ജനറസ്. ഷൈലോക്ക് എന്താണ്? പ്രിറ്റൻഡ്, നടിക്കാണ്, ക്ലെയിം ചെയ്യാണ്, എന്ത് ജനറസ് ആണ്, ഞാനൊരു കൈൻഡ് ആണെന്ന് ഇവരെ അറിയിക്കാൻ ഒരു പ്രിറ്റൻഡ് ചെയ്തു, നടിച്ചു. He again said he would lend him the 3,000 ducats and take no interest for his money if repaid in time. സമയത്തിന് അടച്ചിട്ടില്ലെങ്കിൽ he again said he would lend him the 3,000 ducats and take no interest for this money if repaid in time. സമയത്തിന് അടക്കണം, അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്താണെന്ന് ലാസ്റ്റ് ഇപ്പൊ പറയുന്നു, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ സമയത്തിന് അടക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹിസ് ഓൺലി കണ്ടീഷൻ വാസ് ദാറ്റ് ആന്റോണിയോ ഷുഡ് ഗോ വിത്ത് ഹിം ടു എ ലോയർ ആൻഡ് സൈൻ എ ബോണ്ട് മെരി സ്പോട്ട് stating that if he did not repay the money in time he would forfeit the pound of flesh to be cut from any part of his body. അപ്പൊ എന്താണ് പറയുന്നത്? ഒറ്റ കണ്ടീഷൻ ഉള്ളൂ. കണ്ടീഷൻ എന്താണ്? Antonio should go with him to a lawyer and sign a bond in Mary's spot, stating that if did not repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? മറ്റു കണ്ടീഷൻ എന്താണ്? പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ത് ചെയ്യണം? ഒരു മാംസം മുറിച്ചെടുക്കും. അതാണ് കട്ട് ഓഫ് പൗണ്ട് ഓഫ് ഫ്ലഷ് ഫ്രം എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി. ബോഡിയിൽ നിന്ന് മാംസം മുറിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഇയാളെ കൊല്ലാനുള്ള ഒരു ഐഡിയ ആണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കരാർ. നോ ക്രൈഡ് ബസാനിയോ, യു ഷാൽ റൺ നോ സച്ച് റിസ്ക് ഫോർ മീ. ബസാനിയോ പറയണ അങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. യു ഷാൽ റൺ നോ സച്ച് റിസ്ക് ഫോർ മീ, എനിക്ക് വേണ്ടി അങ്ങനെ റിസ്ക് എടുക്കരുത് എന്ന് പറയുന്നു. ബട്ട് Antonio insisted that he would sign it. ഇത് സൈൻ ചെയ്യാന്ന് പറയാണ് ഇവർ. കാരണം എന്താ? For he was sure that his ship would return with money before the day payment. പേയ്മെന്റിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കപ്പൽ എത്തുന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്. Antonio signed the bond and got money which he handed over to Bassanio, who immediately set off Belmont with a splendid train to possess Persia as his partner of life. എന്ത് ചെയ്തു? അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു? പൈസ എടുത്തിട്ട്, പൈസ കിട്ടി, അത് ബസാനിയെ കൈമാറി, സെറ്റ് ഓഫ്, ഇദ്ദേഹം യാത്ര തുടർന്നു. ഈ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങാൻ പോകുന്നു. എവിടേക്ക്? ടു ബെൽമണ്ട് വിത്ത് ഹിസ് സ്പ്ലെൻഡിഡ് ട്രെയിൻ ടു പോസസ് പോർഷ്യ ആസ് ഹിസ് പാർട്ണർ ഓഫ് ലൈഫ്. പോർഷ്യയെ പാർട്ണർ ഓഫ് ലൈഫായിട്ട് തീരുമാനിക്കാൻ വേണ്ടി അദ്ദേഹം ബെൽമണ്ടിലേക്ക് പുറപ്പെടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. When Bassanio arrived in Belmont, Portia was very much worried whether he might be successful in the challenge raised by her father before his death. ഇദ്ദേഹത്തിന്റെ പോർഷ്യ വളരെ
ദുഃഖിതരായിരിക്കുകയായിരുന്നു. കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് വെച്ച ഒരു നിബന്ധന എന്താണ്? പോർഷ്യ വാസ് വെരി മച്ച് വറീഡ് വെദർ ഹി മൈറ്റ് ബി സക്സസ്ഫുൾ ഇൻ ദ ചലഞ്ച്. ഇദ്ദേഹത്തിന് ചലഞ്ച് വിജയിക്കുമെന്ന് അറിയില്ല. Then father before his death, in order to save this daughter from fortune hunters, എന്താണ് എന്തെങ്കിലും ഒരു ഭാഗ്യപരീക്ഷ നടത്തിയിട്ട് അതിൽ നിന്ന് പിന്നെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തത്. Then he had arranged 3 casket, gold, silver and lead. 3 കാസ്കറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. For her students to try. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ട്രൈ ചെയ്യാൻ വേണ്ടി. Okay. Then for her students to try. The person who chose the right casket in which chose എന്നാണ് സെക്കൻഡ് ഫോം ആണ്. തിരഞ്ഞെടുക്കുന്ന ആളുകൾ റൈറ്റ് കാസ്കറ്റ് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? വിച്ച് ഹെർ പിക്ചർ വാസ് ഡെപ്പോസിറ്റ് കുഡ് വിൻ ഹെർ. ആരാണോ എന്റെ പിക്ചർ സെലക്ട് ചെയ്യുന്നത്? 3 കാസ്കറ്റ് ഉണ്ട്, ഗോൾഡ്, ലെഡൻ, അതുപോലെ സിൽവർ. ഇതിലാണ് പോർഷ്യൻ ചിത്രമുള്ളത്, അത് കിട്ടുന്നവർക്ക് ഇയാളെ ഈ പോർഷ്യയെ സ്വന്തമാക്കാൻ കഴിയും. He said that things that glittered outside were often ugly inside. പുറത്ത് എന്താണ് തിളക്കമുള്ളത്, അകത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. He then chose the leaden casket on which it was written, whoever chooses the must risk all that he has. ഇദ്ദേഹം തെരഞ്ഞെടുത്ത സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ട്, whoever choose me must risk all that he has. അദ്ദേഹത്തിനുള്ളതൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ത്യജിക്കേണ്ടി വരും, റിസ്ക് എടുക്കേണ്ടി വരും. It was a moment that joy for everyone because there was a lovely picture of Portia in it. ആ ലെഡൻ കാസ്കറ്റിനുള്ളിൽ പോർഷ്യയുടെ ചിത്രം ഉണ്ടായിരുന്നു. Thus Bassanio proved successful in his suit and Portia consented to marry him. അങ്ങനെ ഇത് കറക്റ്റായി തിരഞ്ഞെടുത്തു. പോർഷ്യ എന്ത് ചെയ്തു? കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫ് പറയുന്നത്? ഈ പാരഗ്രാഫ് എന്താ പറഞ്ഞത്? ബസാനിയ ബെൽമണ്ടിലേക്ക് എത്തി, ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നു. എന്താണ് ചലഞ്ച്? 3 കാസ്കറ്റ് ഉണ്ട്, 3 പെട്ടികളുണ്ട്. ഒന്ന് ഗോൾഡ്, ഒന്ന് സിൽവർ, ഒന്ന് ലെഡൻ. അപ്പൊ അത് പിന്നെ ബസാനിയൊക്കെ അറിയാം, പുറമേ ഉള്ള സൗന്ദര്യം ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളിൽ, ചിലപ്പോൾ ഗോൾഡിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, സിൽവറിന്റെ ഉള്ളിൽ അത്രയും ഉണ്ടാവില്ല. നേരെ മറിച്ച് ലെഡൻ എടുത്താൽ ചിലപ്പോൾ അതിനുള്ളിലായിരിക്കും ഇയാൾക്ക് തോന്നുന്നു. അങ്ങനെ ലെഡൻ ഇയാൾ ചൂസ് ചെയ്യുന്ന നോക്കുമ്പോൾ അതിൽ എന്തുണ്ട്? അതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, ഇത് സെലക്ട് ചെയ്യുന്ന ആളുകൾ എനിക്ക് വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എന്തുണ്ട്? യെസ്, പോർഷ്യയുടെ ചിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ റൈറ്റ് വൺ ഹി ചോസ്, തെരഞ്ഞെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? പോർഷ്യ ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ബിഫോർ ദ മാരേജ് ബസാനിയ കൺഫസ്ഡ് ടു പോർഷ്യ ദാറ്റ് ഹി വാസ് നോട്ട് വെരി റിച്ച്. ബസാനിയ പോർഷ്യയോട് കുറ്റസമ്മതം നടത്തുന്നു. ഹി വാസ് നോട്ട് വെരി റിച്ച്, ഞാൻ വലിയ റിച്ച് ഒന്നുമല്ല എന്ന് പറഞ്ഞു. ഹിസ് ഹൈ ബർത്ത് ആൻഡ് നോബിൾ ആൻസെസ്റ്റേഴ്സ് വാസ് ഓൾ ദാറ്റ് ഹി കുഡ് ബി പ്രൗഡ് ഓഫ്. ഇവളാണെങ്കിലോ ഇവരുടെ ആൻസെസ്റ്റേഴ്സ്, മുൻഗാമികളും ഇവരുടെ കുടുംബമൊക്കെ വലിയ കുടുംബമാണ്. Now when he turn came, Portia prettily said that he was an unschooled girl. Portia പറഞ്ഞു, എനിക്ക് എഡ്യൂക്കേഷൻ, ഞാൻ സ്കൂളിൽ പോകാത്ത ഒരു പെൺകുട്ടിയാണ്. She loved him for his good qualities. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ നല്ല ക്വാളിറ്റീസ് കണ്ടത് കൊണ്ടാണ്. She had enough riches. അവൾക്ക് enough riches, ഉള്ള riches എന്ത് ചെയ്തു? മതി. I give them you with this ring, saying so she presented a ring to Bassanio. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഒരു മോതിരം തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു മോതിരം ബസാനിയോക്ക് ആര് കൊടുക്കുന്നു? യെസ്, പോർഷ്യ ഒരു റിങ് കൊടുക്കുകയാണ്. ഓക്കെ, then next one. Then a messenger arrived there. He was sent by Antonio. He had brought a letter from Antonia containing a sad news. When Bassanio read the letter, Portia found his face turned pale. She inquired what the sad news was. പെട്ടെന്ന് ഒരു മെസ്സഞ്ചർ അവിടെ എത്തിച്ചേരുകയാണ്. He was sent by Antonia, അയച്ച ഒരാളാണ്. He had brought a letter from Antonia containing a sad news. അതിന്റെ ഉള്ളിൽ ഒരു സാഡ് ന്യൂസുമായിട്ടാണ് വന്നത്. When Bassanio read the letter, Bassanio ഇത് വായിച്ച സമയത്ത് Portia found his face turned pale. പോർഷ്യയുടെ മുഖം ആകെ വിളറിയിട്ടുണ്ട്. She inquired when the sad news was. She inquired, എന്താണ് സാഡ് ന്യൂസ് എന്ന് ഇവിടെ അന്വേഷിക്കുകയാണ്. Okay, then he replied, oh sweet Portia, here are a few of the most unpleasant words that have ever been written. ഞാൻ ഇവിടെ കണ്ടത് എന്താണ്? എനിക്ക് തീരെ സന്തോഷം നൽകാത്ത
ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ദുഃഖമുള്ള വേർഡ്സ് ആണ് പോർഷ്യ ഇതിൽ എഴുതിയിട്ടുള്ളത്. He then told all about Antonio and about his strange bond with Shylock to help him. എല്ലാം പോർഷ്യയോട് തുറന്നു പറഞ്ഞു. എന്താണ് ഷൈലോക്കുമായി ഉണ്ടാക്കിയ ബോണ്ടും എല്ലാം ഇവരോട് തുറന്നു പറയുകയാണ്. ബസാനിയോ റീഡ് Antonio's letter. ബസാനിയോ ആന്റോണിയോ ലെറ്റർ വായിച്ചു. Sweet ബസാനിയോ, my ships are all lost. എൻ്റെ എല്ലാ കപ്പലുകളും തകർന്നിട്ടുണ്ട്. My bond to the Jew is forfeited. എൻ്റെ ബോണ്ട് എന്ത് ചെയ്ത്, ജിയു എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂതൻ. ആരാണ് ജൂതൻ? ഷൈലോക്ക് ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടെടുത്തിട്ടുണ്ട്. ഇൻ പേയിങ് ഇറ്റ് ഐ ഷാൽ ലോസ് മൈ ലൈഫ്. ഞാൻ ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഐ ഷാൽ ലോസ് മൈ ലൈഫ്, എൻ്റെ ലൈഫ് നഷ്ടപ്പെടും. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത്. എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. ഇതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുന്നു. ഓ മൈ ഡിയർ ലവ് സഡ് പോർഷ്യ. പോർഷ്യ പറഞ്ഞു, ബി ക്വിക്ക്, പെട്ടെന്നാകണം. യു ഷാൽ ഹാവ് ഗോൾഡ് ടു പേ മണി 20 times ഓവർ. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇരട്ടി 20 ഇരട്ടി ഉള്ള പൈസ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നൽകാം. ഓക്കെ. ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് അന്റോണിയോ ഷാൽ ലോസ് എ ഹെയർ ബൈ മൈ ബസാനിയോ. പോർഷ്യ കരുതുന്നതാണ്, എന്റെ ബസാനിയോന്റെ കാരണം കൊണ്ട് ഒരു മുടിക്ക് പോലും ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്ന് പോർഷ്യയും കരുതുകയാണ്. ഓക്കെ. പോർഷ്യ then said she would be married to Bassanio before set out in order to give him a legal right to her money. Portia then said, Portia പറയാണ്, she would be married to Bassanio before he set out in order to give him a legal right to her money. ഈ പൈസ ലീഗൽ മണി ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴെ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് അവരെ സഹായിക്കണം എന്ന് പോർഷ്യ തീരുമാനിക്കുകയാണ്. The day of payment being passed, ഈ പേയ്മെന്റിന്റെ ദിവസം അടുത്തടുത്ത് വരികയാണ്. The cruel money lender would not accept the money which Bassanio offered him. Bassanio ഓഫർ ചെയ്ത പൈസ എന്ത് ചെയ്യുന്നില്ല, ഈ ഷൈലോക്ക് വാങ്ങുന്നില്ല. He insisted upon having a pound of Antonia's flesh. ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ നേരത്തെ പറഞ്ഞ ഈ ബോണ്ടിൽ ഉറച്ചു നിൽക്കാൻ ഇയാൾ തയ്യാറാകാണ്. He insisted upon having a pound of Antonia's flesh. അന്റോണിയന്റെ ഫ്ലഷ്, ഇറച്ചി, അദ്ദേഹത്തിന്റെ മാംസം എനിക്ക് കിട്ടണം എന്ന് ഇയാൾ നിർബന്ധം പിടിക്കുന്നു. A day was fixed to try this strange case before the Duke of Venice. വെനീസിലെ ഡ്യൂക്ക് ഈ കേസ് ചർച്ച ചെയ്യാൻ വേണ്ടി ഡേറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ അത് കോടതിയിലെത്തിനർത്ഥം. And Bassanio awaited the dreadful suspense, the result of the trial. ബസാനിയയും ഇതിന്റെ ഡ്രെഡ്ഫുൾ സസ്പെൻസ്, ഇതെന്താകും പേടിപ്പെടുത്തുന്ന സസ്പെൻസിന് വേണ്ടി, ഇതിന്റെ ഈ കേസിന്റെ ട്രയലിനും വേണ്ടി എല്ലാവരും കാത്തിരിക്കും. Okay, that's all the first part of this lesson, the Merchant of Venice. Okay, second part we will take it in next class. Okay, thank you.